എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞു വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം കേട്ടോ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ളൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അന്നേരം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഡൈ തയ്യാറാക്കിയെടുക്കാം. ഡൈ ചെയ്യാൻ മടിയുള്ളവർക്ക് ഇത് വലിയ പാടൊന്നും ഇല്ലാത്ത സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അന്നേരം ഡൈ എന്നൊക്കെ പറയുമ്പോൾ കുറേ കാര്യങ്ങൾ ചേർത്ത് കുറേ സമയം വെച്ച് അതങ്ങനെ നമ്മൾക്ക് ഉപയോഗിക്കുന്ന മിക്ക ആൾക്കാർക്കും ഒരു മടിയുള്ളൊരു കാര്യമാണ്. അങ്ങനത്തെ ഉള്ളവർക്കൊക്കെ എളുപ്പകരമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നര മാത്രം മാറ്റാനുള്ള ഒരു വീഡിയോ അല്ല. എപ്പോഴും പറയുന്ന പോലെ നമ്മൾ ഡൈ എന്ന് പറഞ്ഞാൽ ആ ഒരു കാര്യം നമ്മൾ മുടി ഇഷ്ടപ്പെടുന്ന ഏതൊരാൾക്കും ഉപയോഗിക്കാം കേട്ടോ. താരൻ, ചൊറിച്ചിൽ, അകാലനര വരാതിരിക്കാനും നരച്ച മുടി കറുപ്പിക്കാനുമുള്ള കാര്യങ്ങളാണ് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. നാച്ചുറലായിട്ടുള്ള ഒരു ഡൈയും ഈ ഒരു ഭയങ്കര ചൂട് സമയത്ത് മുടി ഭയങ്കരമായിട്ട് പൊഴിയുന്നുണ്ട്. തല നിറയെ ചെറിയ എന്താ പറയുക കുരുപ്പുകളും താരനും ചൊറിച്ചിലൊക്കെ ആയിട്ട് വേർത്തുകൊണ്ടിരിക്കുകയല്ലേ. എന്നാൽ അതിനൊക്കെ പറ്റുന്നൊരു പരിഹാരമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരു ഇരുമ്പിൻ്റെ ദോശത്തവയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള കാപ്പിക്കുരുവാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഉണങ്ങിയത് നമ്മുടെ വീട്ടുവളപ്പിലുള്ളതാണ്. ഇതൊന്ന് വറുത്തതിന് ശേഷം ഇതിൻ്റെ തോല് മാറ്റി എന്നിട്ട് അതിൻ്റെ കുരു എടുത്തിട്ട് വീണ്ടും വറുത്ത് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ. അതാണ് ഫ്രഷ് ആയിട്ടുള്ള കാപ്പിപ്പൊടി. ആ ഒരു കാപ്പിപ്പൊടി വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഡൈ തയ്യാറാക്കുന്നത്. ഇപ്പം ആ ഒരു കാപ്പിപ്പൊടി ഇല്ല എങ്കിൽ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കാപ്പിപ്പൊടികൾ എടുക്കാണ്ടിരിക്കുക. അതിലും പകരം അല്ലാത്ത കാപ്പിപ്പൊടി ഉണ്ടല്ലോ അതെടുക്കുക കേട്ടോ. ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കാപ്പിപ്പൊടി എന്ന് പറയുമ്പോൾ അതിനകത്ത് മിക്കതും കെമിക്കലും കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട്. അല്ലാതെ നമുക്ക് കിട്ടുന്ന മറ്റ് രീതിയിലുള്ള കാപ്പിപ്പൊടി ഉണ്ടല്ലോ അങ്ങനത്തുള്ളത് എടുക്കാം. അതായത് നമ്മൾ പൊടിച്ചെടുത്തോട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാസ്റ്റർ ഓയിൽ അല്ലെങ്കിൽ ആവണക്കണ്ണയുടെ എണ്ണ. നമ്മൾ ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി എടുക്കുക. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇരുമ്പ് അയൺ എത്രത്തോളം മുടി കറുപ്പിക്കാൻ സഹായിക്കുന്നുണ്ടെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണല്ലോ. അതിൻ്റെയൊക്കെ ഒന്നിൻ്റെ ഗുണങ്ങളിലോട്ട് പോകുന്നില്ല. എന്തുകൊണ്ട് അത് എടുക്കുന്നതെന്നും പറയുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ ആ ഒരു വീഡിയോ വലിയൊരു വീഡിയോ ആയിപ്പോട്ടോ. അതുകൊണ്ട് ആവണക്കണ്ണയുടെ എണ്ണ നമ്മളെടുക്കുകയാണ്. ഇതിപ്പോൾ ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ എടുക്കാം. അത് നമ്മുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം. പിന്നെ നമ്മൾ മുമ്പേ വറുത്ത് പൊടിച്ച് വെച്ചായിട്ടുള്ള കാപ്പിപ്പൊടി അതിപ്പം നമുക്ക് 2-3 സ്പൂൺ അളവിന് എടുത്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു കാപ്പിപ്പൊടിയും നമ്മുടെ ഈ ആവണക്കണ്ണയുടെ എണ്ണയും കൂടെ ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയിലാണ്. ഇരുമ്പിൻ്റെ ഏത് പാത്രമായാലും കുഴപ്പമില്ല. ഇരുമ്പിൻ്റെ പാത്രം ഇല്ലെങ്കിലും യാതൊരു കുഴപ്പമില്ല. ചെറിയൊരു കഷ്ണം ആണിയോ സ്ലൈഡോ എന്തെങ്കിലും നമ്മൾ ഈ മിക്സ് ചെയ്തതിന് ശേഷം ഇതിൽ ചേർക്കണം. അത് ഏറ്റവും പ്രധാനം. ഏതൊരു ഡൈ നമ്മൾ തയ്യാറാക്കുമ്പോഴും അത് ചേർക്കേണ്ടതാണ് കേട്ടോ. പിന്നെ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അധികം പുളിയില്ലാത്ത തൈരാണ്. ഒരുപാട് ലൂസായിട്ടുള്ള തൈരല്ല, കുറച്ച് തിക്കായിട്ടുള്ള തൈരാണ് എടുത്തിരിക്കുന്നത്. 2-3 സ്പൂൺ അളവിന് എടുക്കാം. ഇതെല്ലാം നമ്മുടെ മുടിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. എന്നിട്ട് ഇതിൽ വെറും 3 ചേരുവകൾ എടുത്തിട്ടുള്ളൂ. ആവണക്കണ്ണയുടെ എണ്ണ അല്ലെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാം. അതിനടുത്ത് കാപ്പിപ്പൊടി, ഫ്രഷ് ആയിട്ടുള്ള കാപ്പിപ്പൊടി എടുക്കണം. എളുപ്പ വഴിക്ക് നമ്മൾ ഇൻസ്റ്റൻറ്റ് കാപ്പിപ്പൊടി എടുക്കരുത്. അതിനാ കറക്റ്റ് ഫലം കിട്ടത്തില്ല കേട്ടോ. എന്നിട്ട് പിന്നെ തൈര്. ഈ 3 ചേരുവകളും കൂടെ ഇരുമ്പിൻ്റെ പാത്രത്തിൽ അല്ലെങ്കിൽ ഇരുമ്പ് ചേർത്തിട്ടുള്ള പാത്രത്തിൽ മിക്സ് ചെയ്ത് വെക്കുക. കുറഞ്ഞതൊരു 5 മണിക്കൂർ വെക്കുക. നിങ്ങൾക്ക് പിറ്റേ ദിവസം രാവിലെ വരാൻ പറ്റുമെങ്കിൽ അത്രയും നേരം വെക്കുകയാണെങ്കിൽ അത്ര നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. ഇതിപ്പോൾ ഞാൻ അധികം സമയമില്ലാത്തതുകൊണ്ട് ഒരു 4-5 മണിക്കൂറിന് ശേഷം നിങ്ങളെ കാണിക്കട്ടോ. നല്ലപോലെ മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇതിങ്ങനെ തന്നെ വെക്കാം. അത്രയേറെ ഗുണകരമായിട്ട് എന്നാൽ സിമ്പിളായിട്ട് ഇപ്പം നമ്മൾ പറയും ഡൈ എന്നൊക്കെ പറയുമ്പോൾ കുറേ സമയം വെക്കേണ്ടതായിട്ട് വരും. അങ്ങനെയൊക്കെയാണ്. നമ്മൾ ഒരുപാട് ഡൈകൾ നമ്മുടെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചാനലിൽ തന്നെ കിടപ്പുണ്ട് കേട്ടോ. ഹെയർ ഡൈയുടെ ഉള്ളതായിട്ടുള്ള ഇൻസ്റ്റൻറ്റ് അല്ലെങ്കിൽ ഓയിൽ രീതിയിലുള്ള ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അന്നേരം ട്രൈ ചെയ്ത് നോക്കുക. ഇതിപ്പോൾ ഒരു 5 മണിക്കൂറിന് ശേഷം നമ്മളെടുക്കുമ്പോൾ ഈ രീതിയിലാണ് ഈ ഒരു ഡൈ കിട്ടുന്നത് കേട്ടോ. നേരെ നമ്മുടെ തലമുടിയിൽ തേച്ച് കൊടുക്കുക. തലയോട്ടിലും തലമുടിയിലും മൊത്തമായിട്ട് തേക്കുക. നരച്ച ഭാഗം മാത്രമല്ല. ഇതിൽ ആവണക്കണ്ണയുടെ എണ്ണ എത്രത്തോളം മുടിയെ സംരക്ഷിക്കുന്നു, മുടി വളരാൻ, മുടി നല്ല കറുപ്പോടെ കൂടി ഒക്കെ വളരാൻ സഹായിക്കുന്നുണ്ട്. കാപ്പിപ്പൊടി, ഇരുമ്പിൻ്റെത്, തൈര്, ഇവ 4 കൂടി ചേരുമ്പോഴുള്ള റിസൾട്ട് അപാര റിസൾട്ടാണ്. ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. അന്നേരം വളരെ സിമ്പിളായിട്ട് വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ ഉപയോഗിച്ചിട്ട് തയ്യാറാക്കാൻ പറ്റിയൊരു ഡൈ ആണ്. അതായത് നമുക്ക് നിമിഷ നേരം കൊണ്ട് 5 മണിക്കൂർ അത് തയ്യാറാക്കി എടുക്കാനും വേണ്ടിയുള്ളൂ. നമ്മളല്ലാത്തുള്ള ഒരുപാട് രീതിയിലും ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളതും നമുക്ക് കുറേ നാൾ ഡൈ എന്നുള്ള കാര്യമേ ചിന്തിക്കേണ്ട, പുറത്തോട്ടൊക്കെ പോകുന്ന സമയത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോകൾ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ്. അന്നേരം ട്രൈ ചെയ്ത് നോക്കുക. അന്നേരം നമ്മൾ നേരെ നരച്ച മുടിയുള്ള ഭാഗത്തും നമ്മുടെ എല്ലാ തലയോട്ടിൽ തലമുടിയിലെല്ലാം എന്ന് വെച്ചാൽ ഇത് നമ്മൾ
തേച്ചിട്ട് പിന്നെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കിളിർത്ത് വരുന്ന മുടിയെല്ലാം തന്നെ നല്ല കറുപ്പോടുകൂടി തന്നെ ആയിരിക്കും വരുന്നത് കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. നോർമൽ വാട്ടറിൽ കഴുകിക്കളയാം. നിങ്ങൾക്കിപ്പം അതല്ല, ഇതിപ്പോൾ നമുക്ക് ഷാമ്പു അന്ന് ഉപയോഗിക്കരുത്, പ്രത്യേകം ശ്രദ്ധിക്കുക. 1-2 ദിവസത്തിന് ശേഷം മാത്രം ഷാമ്പു ഉപയോഗിക്കുക കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നാച്ചുറൽ ആയിട്ടുള്ള ഡൈകളൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ 1-2 ദിവസത്തിന് ശേഷം മാത്രം ഷാമ്പു ഉപയോഗിക്കുക, അല്ലെങ്കിൽ താളി ഉപയോഗിക്കുക. ഇന്ന് നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുവളപ്പിലുള്ള കാര്യങ്ങളെ മാക്സിമം യൂസ് ചെയ്തിട്ടുള്ള വീഡിയോകളാണ് നമ്മളെപ്പോഴും അപ്ലോഡ് ചെയ്യുന്നത്. നമ്മുടെ കുരുമുളക് അല്ലെങ്കിൽ നല്ല മുളകിൻ്റെ ചെടിയാണ്, അതിൻ്റെ തണ്ടാണ്, ഇച്ചിരി മുറ്റിയ തണ്ടാണ്. ഇലയും എടുക്കുന്നവരുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ കുറച്ച് തണ്ടാണ് എടുത്തിരിക്കുന്നത്. അതിന് നേരെ ഒടിച്ച് ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്നെങ്കിൽ തീയിലിട്ടൊന്ന് വാട്ടിയെടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ഞാനിപ്പോൾ ഇരുമ്പിൻ്റെ ആ ഒരു ദോശത്തവയിൽ തന്നെയാണ് ഇത് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് അതിനെ ഒന്ന് വാട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. വാട്ടിയെടുത്തിട്ട് ഇതിനെ നമുക്ക് നല്ലപോലെ ചതച്ചെടുക്കും. ഇപ്പോൾ ചതച്ചെടുക്കാൻ സമയമില്ല, വാട്ടാൻ സമയമില്ലെങ്കിൽ നേരെ നമ്മൾ മിക്സിയിൽ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ട് നേരെ നമ്മൾ പൊടിച്ചെടുത്താൽ മതി. ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഓരോന്ന് നമ്മളെ ഇടികല്ലിൻ്റെ കുഴവയുണ്ടല്ലോ, അത് ഉപയോഗിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ പ്രത്യേകതയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല മുളകെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രസവിച്ച് കിടക്കുമ്പോഴാണെങ്കിൽ ഏറ്റവും കൂടുതൽ നല്ല മുളക് ചേർത്തിട്ടുള്ള റെസിപ്പികളാണ് തരുന്നത്. കറിയൊക്കെ നല്ലപോലെ എരിയും കാണും, നല്ല രുചിയും കാണും. പക്ഷെ നമുക്ക് ഉള്ളിൽ എരിവ് വരില്ല. നമ്മുടെ ഉള്ളിലൊക്കെ നല്ലപോലെ തണുപ്പ് കിട്ടാൻ ഏറ്റവും നല്ലതാണ് കുരുമുളക് ഉപയോഗിക്കുന്നത്. അത് എത്രത്തോളം നമ്മൾ കഴിച്ചാലും നമുക്ക് യാതൊരു ദോഷവും വരാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു നല്ല മുളകിൻ്റെ തണ്ട് നല്ലപോലെ ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഒരാൾക്കുള്ള കൂട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് പറയാം, സൈനസൈറ്റിസ് ഉള്ളവർ, തലനീരിറങ്ങുന്നവർ, തലയിൽ നമ്മൾ ഡൈയോ പാക്കൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് നീർക്കെട്ടൊക്കെ വരുന്നവരാണെങ്കിൽ അധികം നേരം തലയിൽ വെക്കണ്ട. അതിനൊരു കാര്യം പറയാം, തുളസിയോ ഞവരയോ ഇതിൻ്റെ കൂട്ടത്തിൽ ചതച്ച് ചേർക്കുക, ഒന്ന് മറക്കരുത് കേട്ടോ. എന്നിട്ട് നമ്മൾ നേരെ ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കഴുകിയിട്ട് വേണേൽ നമ്മൾ വെക്കാനും വേണ്ടി. മണ്ണും പൊടി ഉള്ളിടത്താണെങ്കിൽ മാത്രം കഴുകിയിട്ട് എടുത്താൽ മതി, അല്ലാതെ നമ്മൾ അത്ര വലിയ അഴുക്കൊന്നും ഇല്ലാത്തൊരു കാര്യമാണ്. നേരെ നമ്മൾ കുറച്ച് വെള്ളം, ഒരു 1/2 കപ്പ് വെള്ളം മതി. ഒരുപാട് അങ്ങ് ലൂസായിട്ടുള്ളതായിട്ടല്ല നമ്മൾ തയ്യാറാക്കുന്നത്. എന്നിട്ട് നല്ലപോലെ കൈകൊണ്ട് തിരുമ്മിയെടുക്കുക. അന്നേരം തന്നെ അത് നല്ല തിക്കായിട്ടുള്ള ഒരു ലിക്വിഡായിട്ട് കിട്ടും കേട്ടോ. ഞാൻ കുറച്ച് മാത്രമേ എൻ്റെ തണ്ടെടുത്തിട്ടുള്ളൂ. എന്നിട്ട് നമുക്കതിൽ നിന്ന് തണ്ടും ആ ഒരു ജെല്ലും കൂടെ നമുക്ക് വേർതിരിക്കാം. ഇത് ഭയങ്കര പവർഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ തലമുടിയിലും തലയോട്ടിലും തേച്ചിട്ട് നമ്മളൊന്ന് കുളിച്ച് കഴിയുമ്പോൾ നല്ല ഉറക്കം കിട്ടാനും താരനും ചൊറിച്ചിലും, പ്രത്യേകിച്ച് ഈ ഒരു ചൂട് സമയത്ത് തലമുടിയും ഇതൊക്കെ എന്ന് വെച്ചാൽ വേർത്ത് കുളിച്ച് നമ്മൾ എത്ര മുടി എണ്ണ തേച്ചില്ലെങ്കിലും ഒരുമാതിരി കുഴഞ്ഞിരിക്കുന്നൊരവസ്ഥയാണ് കേട്ടോ. അന്നേരം ആ ഒരു അവസ്ഥയൊക്കെ നമ്മൾ ഈ ഭയങ്കര ചൂട് കാരണം വേർത്ത് കുളിച്ച് നിൽക്കുകയല്ലേ, താരം വരും, ചൊറിച്ചിൽ വരും, പേനീര്, അങ്ങനത്തുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. അതിനെല്ലാം നല്ലൊരു പരിഹാരമാണ് ഈ ഒരു താളി. ഇതിലേക്ക് കുറച്ച് നവരയും തുളസിയിലയും കൂടെ ചേർക്കണം, തലനിമിച്ച് ഈ ഒരു സൈനസൈറ്റിസ് പ്രശ്നമുള്ളവർക്കൊക്കെ. പിന്നെ ഇതിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, ഇഞ്ച പോലെ ഇരിക്കുന്നത്, അതിൻ്റെ തണ്ടിൻ്റെ വേസ്റ്റ്, അതിൻ്റെ ഉള്ളിലെ തടി ഭാഗം നമുക്ക് മാറ്റാം, കട്ടിയുള്ള ഭാഗം. അതിൻ്റെ തോലുണ്ടല്ലോ, തോലൊന്ന് ചെറുതായിട്ടൊന്ന് ആക്കുമ്പോഴേ തന്നെ സെപ്പറേറ്റായി കിട്ടും. അത് നമുക്ക് കുളിക്കുന്ന സമയത്ത് ഇഞ്ചയ്ക്ക് പകരമായിട്ട് ഉപയോഗിക്കാം. പ്രത്യേകിച്ച് ഈ ഒരു ചൂട് കുരുവിനൊക്കെ ഏറ്റവും നല്ലതാണ് കേട്ടോ. ഇത് മാത്രമല്ല, നമുക്ക് ഈ ചൂട് കുരുവിന് വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വാഴയില, അതൊക്കെ പണ്ട് കാലം മുതൽ ഉപയോഗിക്കുന്ന കാര്യമാണ്. ട്രൈ ചെയ്ത് നോക്കണേ. ഈ ഒരു ചൂട് സമയത്ത് നമുക്കത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. നേരെ അരിച്ചെടുക്കുന്നുണ്ട്. അരിച്ചെടുത്തിട്ട് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇതിലേക്ക് ലേശം ഞവരയോ തുളസിയോ, ഇപ്പം ഞാൻ ഞവരയിലയാണ് ഇതിലേക്ക് ലേശം ചേർത്ത് കൊടുക്കുന്ന, ആ ഒരു നീരും കൂടെ ഒഴിക്കുകയാണ്. നമ്മൾ തലയിൽ തേക്കുമ്പോഴേ നമുക്കൊരു നല്ല തണുപ്പും ആ ഒരു കുരുമുളക് തണ്ടിൻ്റെ ഒരു ചെറിയൊരു എഫക്റ്റ് ഉണ്ട് കേട്ടോ. നല്ലൊരു ഇതാണ് നമ്മുടെ തലയോട്ടിലും തലമുടിയിലും. എപ്പോഴും പറയുന്ന പോലെ മസാജ് ചെയ്തിട്ട് തേച്ച് കൊടുക്കുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് വളപ്പിലുള്ള കുറഞ്ഞ ചേരുവകൾ ഉപയോഗിച്ചിട്ടാണ് നല്ലൊരു ഡൈ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു താളി പണ്ട് കാലം മുതലേ ഉപയോഗിക്കുന്നതാണ്. ഇതിപ്പോൾ തലയിൽ തേക്കാൻ മാത്രമല്ല ഈ ഒരു കുരുമുളകിൻ്റെ തണ്ട് നമ്മൾ എടുക്കുന്നത്. അതുകൂടാണ്ട് നമ്മൾ വേദനയ്ക്കൊക്കെ ഉപയോഗിക്കും കേട്ടോ. വേദനയ്ക്ക് ഇതിൻ്റെ വേവ് വെള്ളത്തിൽ, പ്രത്യേകിച്ച് പ്രസവരക്ഷയിൽ വേവ് വെള്ളം എന്ന് പറയില്ലേ, അതിലേക്ക് ഈ ഒരു കുരുമുളകിൻ്റെ തണ്ട് പണ്ട് മുതൽ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഞാൻ ഉപയോഗിച്ചിട്ടുള്ളതാണ് കേട്ടോ, ഈ ഒരു താളി ഉപയോഗിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഈ ഒരു കണ്ടൻറ്റും എത്തുന്നത് കേട്ടോ. തീർച്ചയായിട്ടും ഇത് ഉപയോഗിച്ചിട്ടുള്ളവരാണെങ്കിൽ കമൻറ്റുകൾ രേഖപ്പെടുത്താൻ മറക്കരുത്. ആദ്യമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാനും മറക്കരുത് കേട്ടോ. നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഡൈയും ഈ ഒരു താളി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുതേ.